എനിക്കൊപ്പം ഇപ്പോൾ മാളവിക ബിന്നി കൂടി ചേരുകയാണ്. അധ്യാപിക, ആക്ടിവിസ്റ്റ് ഒക്കെയാണ് മാളവിക. മാളവിക, ഒരു സഹപാഠി മരിച്ചിട്ട് അതും ഇത്രയും ക്രൂരമായി അവഹേളിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് മറ്റ് ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്തായാലും. അങ്ങനെ ഒരു സഹപാഠി മരിച്ചിട്ട് അവിടേക്ക് പോകാൻ പോലും, കുട്ടികളെ വിടാൻ പോലും പറ്റുന്നില്ല. കുട്ടികൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക, പേരൻസിന് ആശങ്ക. ഇന്നിപ്പോൾ പരാതികൾ ഉയർന്നപ്പോൾ ആരോ ഒന്നോ രണ്ടോ പേരെത്തുന്നു, അല്ലെങ്കിൽ നാളെ എത്തും എന്ന് പറയുകയാണ്. ആ അധ്യാപകൻ ഏത് വിധത്തിലാണ് കുട്ടികളോട് പെരുമാറിയത് എന്ന് കുട്ടികൾ തന്നെ പറയുന്നത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഇതെന്ത് തരം അധ്യാപനമാണ്? സഹപാഠി മരിച്ചു എന്നറിഞ്ഞാൽ പോലും അവിടേക്ക്, ആ മരണ വീട്ടിലേക്ക് പോലും പോകാൻ ഭയക്കുന്ന കുട്ടികൾ, അവർ എങ്ങനെയാണ് ഭാവിയെ നേരിടുക? ആദ്യം തന്നെ പറയട്ടെ രേണുക, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണരുത്. ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എത്രയോ നാളായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങൾ, അതായത് എത്ര ജനറേഷനായിട്ടാണെന്ന് ആലോചിക്കണം. അതായത് എൻ്റെ മാമൻ ഡോക്ടർ ഇ സി ബാബുക്കുട്ടി കോവിഡ് മാർട്ടിയറായിട്ട് മരിച്ച ആളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അവസാനത്തെ പോസ്റ്റിംഗ്, ഓർത്തോപീഡിക്സിലായിരുന്നു. ഇദ്ദേഹം പഠിച്ചിരുന്ന സമയത്ത് പറഞ്ഞ അനുഭവങ്ങൾ പലതുമാണ്. അതായത് അദ്ദേഹം 60 ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 65 വയസ്സായേനെ. അദ്ദേഹം അനുഭവിച്ചിരുന്ന അതേ അനുഭവങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞ ഒരു മോൻ അത് അനുഭവിക്കേണ്ടി വന്നെന്ന് പറയുമ്പോൾ, ഈ രണ്ട് ജനറേഷൻസ് എപ്പാർട്ടായിട്ട് രണ്ട് ദളിത് വിദ്യാർത്ഥികൾക്ക് ഒരേ അനുഭവം വരുമ്പോൾ നമ്മൾ ഒട്ടും പുരോഗമിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് അന്ന് മാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കരിമ്പൂച്ചകൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതും കറുത്ത പട്ടി എന്ന് വിളിച്ച് കളിയാക്കുന്നതും ഈ മറ്റു കുട്ടികളിൽ നിന്ന് പോലും. ഇതെനിക്ക് ആസ് എ ടീച്ചർ എനിക്കത് പറയുന്നതിന് വലിയ ദുഃഖമുണ്ട്. ഇവിടെ യൂണിയൻ ചെയർപേഴ്സൺ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ദളിത് വിദ്യാർത്ഥികൾക്ക് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് വളരെ വലിയ ദുരനുഭവങ്ങൾ വരാറുണ്ട്. തീർച്ചയായും മറ്റൊരു വിദ്യാർത്ഥിക്കാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിലുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഈ അനുഭവമെങ്കിൽ ഈ യൂണിയനോ കുടുംബാംഗങ്ങളോ ഈ സമീപനം എടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ള ആ ഒരു കണ്ണിലൂടെ മാത്രമല്ല ഇത് നോക്കേണ്ടത്. ഇത് സ്റ്റുഡൻറ് ആയിട്ടുള്ള വ്യത്യാസം വരാറുണ്ട്. പലപ്പോഴും സഹപാഠികളിൽ നിന്ന് വലിയ തിക്താനുഭവങ്ങൾ ദളിത് കുട്ടികൾക്ക് വരാറുണ്ട്. മെറിറ്റ് ഇല്ലാത്തവരെന്നുള്ള വിളി കേൾക്കാറുണ്ട്, റിസർവേഷൻ കാൻഡിഡേറ്റ് എന്നുള്ള വിളി കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ 4, 3, 7 മാർക്ക് പോരെ. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ്. കാരണം അത്രയും കോമ്പറ്റീഷൻ അവിടെ ഉള്ളത് കൊണ്ടുമാണ് ഈ അർഹരല്ലാത്ത എത്തിപ്പെട്ടവർ എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെയും ഹോസ്റ്റലുകളിലും സഹപാഠികളിൽ നിന്നൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെൻ്റൽ ട്രോമ ആലോചിച്ച് നോക്കണം. ധനേശ്വർ ബോയ് എന്ന് പറഞ്ഞ 2025 ഒരു സ്കോളർ ഇന്ത്യയിലെ പ്രൊഫഷണൽ കോളേജസിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു പഠനം നടത്തിയിട്ട് 80% SC/ST കുട്ടികളാണ് അവർക്ക് കാസ്റ്റ് അനുഭവങ്ങൾ ഉണ്ടായിട്ട്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അനുഭവങ്ങൾ, ജാതി വിവേചനപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത്. 80% എന്ന് പറഞ്ഞാൽ എത്ര ഒരു ഹൈ പെർസെൻ്റ് ആണെന്ന് ആലോചിക്കുക. അതിൽ 23 to 25% കുട്ടികൾ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നു. അതായത് 4-ൽ 1 കുട്ടി സൂയിസൈഡിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു പഠനമല്ല. 2023 പഠനങ്ങളുണ്ട്, 2021 പഠനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ SC/ST ഗ്രിവാൻസ് സെൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഉണ്ട്. ഇതിനെ ഓഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? ഇതിൽ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ടോ? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ നാക്ക് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് സ്റ്റുഡൻറ് ഗ്രിവാൻസ് സെല്ലിൽ കംപ്ലൈൻറ്റ് വന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. കാരണം അത്രയും ഭയമുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഇതുപോലെ തന്നെ ഈ SC/ST ഗ്രിവാൻസ് സെല്ലിൽ നമ്മൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ? ആ കംപ്ലൈൻറ്റുകൾക്ക് എങ്ങനെയാണ് പരിഹാരം ഇവർ കണ്ടെത്തുന്നത്? SC/ST മെൻറ്റേഴ്സ് ഉണ്ടോ നമുക്ക് എവിടെയെങ്കിലും? ഇതിപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുക, ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എത്ര SC/ST മനുഷ്യരുണ്ടെന്നാണ്
എനിക്ക് ഇപ്പോഴും വലിയ ഉത്കണ്ഠ ഉള്ള, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം മനസ്സിലാകും ഈ ഒരു എക്സ്പീരിയൻസിലൂടെ, ഒരു കാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടില്ലാത്ത, ഇപ്പോഴും ആന്റി റിസർവേഷൻ ആയിട്ട് സംസാരിക്കുന്ന ഭൂരിഭാഗം ടീച്ചേഴ്സും ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു ദളിത് അവഗണന അല്ലെങ്കിൽ ഒരു ദളിത് വിവേചനം മനസ്സിലാക്കാൻ, അതിന് ആഴം മനസ്സിലാക്കാൻ, അത് എത്രത്തോളം ഹർട്ടാകും എന്ന് മനസ്സിലാക്കണം. ആ ട്രോമ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം. ജെൻഡർ ഓറിയന്റേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കാസ്റ്റ് ഓറിയന്റേഷൻ കൊടുക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെക്കാനിസം. അതുകൊണ്ട് തന്നെയാണ് രോഹിത് വെമുല ആക്ട് കൊണ്ടുവരേണ്ടത് 100% അത് ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് പറയുമ്പോഴും ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞത്, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പർട്ടിക്കുലർലി പാർശ്വവൽക്കരിക്കപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഇവിടെ മാളവിക നോക്കൂ, ഇനിയൊരു ആക്ട് വരണം, അത് ആവശ്യമാണ് എന്ന് പറയുന്നു. ഇപ്പോഴും നമുക്ക് ഓരോ കുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതാണ് എന്ന് വരുമ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ആക്ട് വേണം. പക്ഷേ ഒരു നിയമത്തിന്റെ കുറവ് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ SC/ST അട്രോസിറ്റി ആക്ട് ഒക്കെ നിലവിലുണ്ട്. അപ്പോൾ ഇത് പരാതിപ്പെടുകയാണെങ്കിൽ ഇതിനു മുൻപ് തന്നെ എപ്പോഴോ നടപടികൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിന് പോലും പറ്റുന്നില്ല, ആരും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നിയമത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണോ ഈ സംഭവം? രേണുക, അത് രണ്ടുമാണ്. ഒന്നൊരു നമുക്ക് കൃത്യമായിട്ട് ശക്തമായിട്ട് ഒരു നിയമം ആവശ്യം തന്നെയാണ്. സ്പെസിഫിക്കലി ഹയർ എഡ്യൂക്കേഷനിൽ ജാതി വർക്ക് ചെയ്യുന്നത്, ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന വളരെ പ്രത്യേക രീതിയിലാണ്. ഇനി ഇതിന് റെസ്പോൺസ് വരാൻ പോകുന്ന നോക്കി, SC/ST അട്രോസിറ്റി ആക്ട് ഇതിൽ പെടില്ല എന്ന് പറയും. പട്ടി എന്നുള്ളതൊരു കാസ്റ്റ് സ്ലർ അല്ല എന്ന് വരും. വേറെ ആരോപണങ്ങൾ വരും. ഇങ്ങനെ ഇത് SC/ST അട്രോസിറ്റി ആക്ടിന്റെ പരിധിയിലല്ല എന്ന് പറഞ്ഞ് ആക്കും. അതുകൊണ്ട് തന്നെ അതുമല്ല, പല മൈക്രോ ലെവലിലുള്ള അഗ്രഷൻ എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇതെന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന്, ഞാൻ അധ്യാപികയായിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ആക്ട് ആവശ്യമാണ്. പക്ഷെ രേണുക പറഞ്ഞ 100% കറക്റ്റാണ്. ഒരു നിയമനിർമ്മാണം വഴി മാത്രം ഇത് മാറുമെന്നോ, ഒരു ജാതി വിവേചനം മാറുമെന്നോ, ജാതി ചിന്ത മാറുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. അത് മൂഢമായിട്ടുള്ള ചിന്തയായിരിക്കും. കാരണം ഒരു കാസ്റ്റ് എക്കോസിസ്റ്റം വളരെ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ അധ്യാപകരായിട്ട് ഒരു സ്റ്റാഫ് റൂമിൽ കയറി ചെല്ലുമ്പോഴേ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ സർനെയിമാണ്, നമ്മുടെ ഭർത്താവ് ആരാണെന്നാണ്. ഇതെല്ലാം നമ്മുടെ ജാതി കണ്ടുപിടിക്കാനുള്ള മെക്കാനിസങ്ങളാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പുതിയതായിട്ട് ഒരു അധ്യാപകൻ വന്ന അല്ലെങ്കിൽ അധ്യാപിക വന്ന അതേ നിങ്ങളുടെ കൂട്ടർ ഇവിടെ ഉണ്ട്, അവരുമായിട്ട് കല്യാണം കഴിക്കാം എന്നുള്ള മട്ടിൽ സംസാരിക്കാറുണ്ട്. ഇതൊന്നും ജാതി ചിന്തയാണെന്ന് മനസ്സിലാകാത്ത ക്ലാസ് റൂമുകൾ, അത് വളരെ കൃത്യമായിട്ട് OP രവീന്ദ്രൻ അതിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ സഹിതം നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു എയ്ഡഡ് രംഗം, അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും എയ്ഡഡ് രംഗം കാസ്റ്റ് കൂട്ടങ്ങളായിട്ട് നിലനിൽക്കുന്നതെന്ന്. ഇത് ഈ എക്കോസിസ്റ്റം മാറണമല്ലോ. എക്കോസിസ്റ്റം മാറിയാൽ മാത്രമേ ചേഞ്ച് വരാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യും, ഭയങ്കര ബഹളം ഉണ്ടാക്കും, പിന്നെ അത് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും. പക്ഷേ വിദ്യാഭ്യാസ മേഖലയെങ്കിലും അതിൽ നിന്ന് മുക്തമായാലേ നമുക്ക് ഭാവിയിലെങ്കിലും ആ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാകും. അപ്പോൾ അതാണ് അതിന്റെ സീരിയസ്നെസ് വർദ്ധിപ്പിക്കുന്നത്. ഞാൻ മാളവികയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.